ബിഗ് ബോസ് മലയാളം സീസൺ 7 ഹോസ്റ്റ് ചെയ്യാനായിട്ട് ടോവിനോ വരാൻ പോവാണോ? പുതിയ ആങ്കറായി ടോവിനോയെ വരെ അപ്രോച്ച് ചെയ്തിരിക്കുകയാണ് ബിഗ് ബോസ് ടീം. അപ്പൊ ലാലേട്ടൻ ഇല്ലേ? ടോവിനോ, മമത മോഹൻദാസ്, പൃഥ്വിരാജ് ഇവരൊക്കെയാണ് ലിസ്റ്റിലുള്ളത്. ബിഗ് ബോസിന്റെ പുതിയ ആങ്കർ ആരായിരിക്കും? അതോ ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവസാനം നമ്മുടെ ലാലേട്ടൻ തന്നെ വീണ്ടും ഫൈനലൈസ്ഡ് ആവോ? കൺഫേംഡ് ആയിട്ട് എന്താണ് നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ 7 തുടങ്ങുന്നത് എന്നുള്ള അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. ബിഗ് ബ്രേക്കിംഗ് തന്നെയാണ്. കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു വെച്ചതും അതോടൊപ്പം തന്നെ കുറച്ച് സർപ്രൈസിങ് ആയിട്ടുള്ള സാധനങ്ങളും ഉണ്ട്. ഓഡീഷൻ എപ്പോൾ തുടങ്ങും? ഇന്ന് തുടങ്ങും, നാളെ തുടങ്ങും, മറ്റന്നാൾ തുടങ്ങും എന്ന് പറഞ്ഞ് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് മാസം 3-4 ആയി. പക്ഷേ ഓഡീഷൻ തുടങ്ങാൻ പോകുന്നതിന്റെ ഒരു വ്യക്തമായ ഡേറ്റും കിട്ടിയിട്ടുണ്ട്. സീസൺ തുടങ്ങാൻ പോകുന്നതിന്റെ വ്യക്തമായ ഡേറ്റും സമയവും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തവണത്തെ സെറ്റിന്റെ കാര്യത്തിൽ ഒരു സർപ്രൈസ് സാധനം ഉണ്ട്. അത് അങ്ങനെ തന്നെ ആവണേ എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്. എങ്കിൽ പൊളിക്കും, വേറെ ലെവലായിരിക്കും. എന്തൊക്കെയാണ് അപ്ഡേറ്റുകൾ പറയാം. ബിഗ് ബോസ് മലയാളത്തിന്റെ അപ്ഡേറ്റ്സ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ഇപ്പം തന്നെ നമ്മുടെ പേജ് ഫോളോയും ചെയ്യണം. അപ്പോൾ കുറേ കാര്യങ്ങൾ ഉണ്ട് പറയാനായിട്ട്. അതിനകത്ത് 1-2 ഞാൻ സംശയമായിട്ടേ പറയുന്നുള്ളൂ. കാരണം അത് കൺഫേംഡ് ആവുകയാണെങ്കിൽ വേറെ ലെവലായിരിക്കും മക്കളെ. അതുകൊണ്ട് അത് ഞാൻ അവസാനത്തിലോട്ട് പറയാം. ആദ്യം സീസൺ 7ന്റെ ഹോസ്റ്റ് ഇതുവരെയും ഫിക്സ് ആയിട്ടില്ലെന്നാണ് ഞാൻ അറിഞ്ഞത്. ലാലേട്ടൻ്റെ കേസ് ആയാലും ഇതുവരെയും ഫിക്സ് ഒന്നും ആയിട്ടില്ല. ഒരു 75% ലാലേട്ടൻ വരാൻ ചാൻസസ് ഇല്ല. കാരണം എഗ്രിമെന്റ് ഇതുവരെയും ആരും സൈൻ ചെയ്തിട്ടില്ല. ഹോസ്റ്റിന്റെ എഗ്രിമെന്റ് ആരും സൈൻ ചെയ്തിട്ടില്ലെന്ന് അറിയുന്നു. മമത മോഹൻദാസ് ഒരു ഓപ്ഷൻ ആണ്, ബിഗ് ബോസ് ഹോസ്റ്റ് ചെയ്യാൻ ഒരു ഓപ്ഷൻ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ബിഗ് ബോസ് ടീം കരുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതോടൊപ്പം തന്നെ നമ്മുടെ പൃഥ്വിരാജിനെ കോണ്ടാക്ട് ചെയ്തിരുന്നു. പൃഥ്വിരാജിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് ഹോസ്റ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചിരുന്നു. പൃഥ്വിരാജ് അങ്ങ് റിജക്ട് ചെയ്ത് വിട്ടു എന്നാണ് ഞാൻ അറിഞ്ഞത്. പൃഥ്വിരാജ് റിജക്ട് ചെയ്തു. ദെൻ ടോവിനോ തോമസ്, അതെ, ടോവിനോ തോമസിനെ അപ്രോച്ച് ചെയ്തിരുന്നു ബിഗ് ബോസിന് വേണ്ടിയിട്ട്, ബിഗ് ബോസ് ഹോസ്റ്റ് ചെയ്യുമോ. പക്ഷെ ടോവിനോക്ക് ഇൻട്രസ്റ്റ് ഇല്ല എന്നാണ് അറിയാൻ പറ്റിയത്. അത് ഞാൻ റിജക്റ്റഡ് ആണെന്ന്, ടോവിനോയുടെ കേസ് റിജക്റ്റഡ് ആണോ അല്ലെങ്കിൽ റിജക്റ്റഡ് അല്ലേ എന്നുള്ള കാര്യം ഞാൻ പറയുന്നില്ല. ഇൻട്രസ്റ്റഡ് ഇല്ല എന്നാണ് അറിയാൻ പറ്റിയത്. ചിലപ്പോൾ ഇൻട്രസ്റ്റഡ് വന്നേക്കാം. പൃഥ്വിരാജ് റിജക്ട് ചെയ്തു. മമതയുടെ കേസ് അവിടെ ഇരിപ്പുണ്ട്. എന്നാൽ അവർ നോക്കുന്ന ഒരു മെയിൽ ഹോസ്റ്റിനെ തന്നെയാണ് കൂടുതൽ. അപ്പോൾ ടോവിനോയുടെ കേസസ് ചാൻസസ് ഉണ്ട്, പക്ഷേ നോട്ട് കൺഫേംഡ് ആണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ലാലേട്ടന്റെ കേസ് ഒന്നുമേ പറയാൻ പറ്റത്തില്ല. കാരണം ഒത്തിരി മൂവീസും കാര്യങ്ങളൊക്കെ ലാലേട്ടൻ കമ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലാലേട്ടൻ്റെ ഡേറ്റ് ഒക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഇരിക്കുവാണ്. ഇനി ഒരു പ്രധാന സംഭവം ഉണ്ട്. അത് ഞാൻ ഇന്നത്തെ പറയാൻ വന്നിട്ട് ആക്ച്വലി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ യുഗം തീർന്നു. നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇന്ന് നേരം വെളുത്ത സമയം മുതൽ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ഇല്ല. എന്താ ഉള്ളത്? ജിയോ ഹോട്ട്സ്റ്റാർ ആണ്. ജിയോ സിനിമയും ഹോട്ട്സ്റ്റാറും കൂടി മെർജായി ജിയോ ഹോട്ട്സ്റ്റാർ ആപ്ലിക്കേഷൻ ആണ്. ഇപ്പോൾ നിങ്ങൾ പോയി നോക്കിക്കഴിഞ്ഞാൽ അറിയാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആപ്ലിക്കേഷൻ. അതിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ജിയോ ഹോട്ട്സ്റ്റാറിന്റെ പ്രത്യേകത നമ്മുടെ മലയാളം ബിഗ് ബോസ്, തമിഴ് ബിഗ് ബോസ്, ഹിന്ദി ബിഗ് ബോസ്, തെലുങ്ക് ബിഗ് ബോസ്, കന്നഡ ബിഗ് ബോസ്, മറാത്തി ബിഗ് ബോസ്, ബംഗ്ലാ ബിഗ് ബോസ്, ഈ 7 ലാംഗ്വേജിലെ ബിഗ് ബോസ് നമുക്ക് ഒരൊറ്റ ആപ്ലിക്കേഷനിൽ കാണാം. ഒറ്റ ആപ്ലിക്കേഷൻ. നമ്മൾ മുമ്പ് കുറേ നാളായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന സംഭവമാണ്. ജിയോ സിനിമയും ഹോട്ട്സ്റ്റാറോടെ മെർജ് ആവും. ഞാൻ നിങ്ങളോട് മുന്നേ ഒരു സാധനം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പല വീഡിയോയിലും ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം. നമ്മുടെ ബിഗ് ബോസ്, നമ്മുടെ ഇനി വരാൻ പോകുന്ന 2025 തുടങ്ങാൻ പോകുന്ന ബിഗ് ബോസുകൾ എല്ലാം ജിയോ സ്റ്റാറിലായിരിക്കും എന്ന് നിങ്ങളോട് ഞാൻ ഘോര പറഞ്ഞിട്ടുണ്ട്. എസ്പെഷ്യലി മലയാളം ബിഗ് ബോസ് ജിയോ ഹോട്ട്സ്റ്റാറിലായിരിക്കും എന്നുള്ള കാര്യവും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ തന്നെ നടക്കാൻ പോവുകയാണ്. ജിയോ ഹോട്ട്സ്റ്റാർ വന്നു. ഇനി എന്തായാലും നമ്മുടെ ബിഗ് ബോസ് ഒക്കെ ജിയോ ഹോട്ട്സ്റ്റാറിലായിരിക്കും വരുന്നത്. ഇപ്പോൾ 7 ലാംഗ്വേജിലെ ബിഗ് ബോസ് അതിനകത്താണ്. ജിയോ സിനിമ ഇല്ല. ജിയോ സിനിമ ക്രാഷ് ആയി. അതിനകത്ത് ഓപ്പൺ ചെയ്യുമ്പോൾ കറക്റ്റ് ഓപ്പൺ ആയിട്ട് ഇങ്ങോട്ട് തന്നെയാണ് വരുന്നത്, ഹോട്ട്സ്റ്റാറിലേക്ക്. ഓക്കെ, അപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാറിനകത്ത് എല്ലാ ബിഗ് ബോസും ഉണ്ട്. പക്ഷേ പഴയ സീസൺസ് ഒന്നും നമുക്ക് വന്നിട്ടില്ല. അങ്ങനെയും കൂടെ ഞാൻ വിചാരിച്ചിരുന്നു. മലയാളം ബിഗ് ബോസിന്റെ 1, 2, 3 ഇപ്പം നമുക്കറിയാം. ബിഗ് ബോസ് തെലുങ്ക്, തമിഴ്, മലയാളം ഇത് 3ആണ് ഹോട്ട്സ്റ്റാറിൽ ഉണ്ടായിരുന്നത്. അപ്പം ഇതിന്റെ 3 ലാസ്റ്റ് 3 സീസൺ മാത്രമേ ബിഗ് ബോസ് നിലവിൽ ഉള്ളൂ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അതിലൊരു അപ്ഗ്രേഡ് വന്നിട്ടില്ല. നമുക്ക് വെയിറ്റ് ചെയ്യാൻ ആ സംഭവം വരുമോ എന്ന് അറിയത്തില്ല. ഇനി ഓഡീഷൻ എപ്പോൾ തുടങ്ങും? അതാണ് അടുത്ത ചോദ്യം. ഓഡീഷൻ എപ്പോൾ തുടങ്ങും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അറിഞ്ഞത് മെയ്യിൽ തുടങ്ങുമെന്നാണ്. ഞാൻ മെനിഞ്ഞാന്നൊരു വീഡിയോ ഇട്ട് നിങ്ങളോട് പറഞ്ഞിരുന്നു ഉടനെ ഓഡീഷൻ തുടങ്ങാൻ പോവാണ്. അതിന്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ടെന്ന്. അതിന്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട്. അതിന്റെ പ്രൊസീജിയേഴ്സ് ഈ ജിയോ സ്റ്റാറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ജിയോ സ്റ്റാറിന്റെ മെർജിങ് ഇഷ്യൂ, ആപ്ലിക്കേഷൻ റൈറ്റ്സ്, അതിന്റെ ചെക്കിങ്, ലൈവ് ഒക്കെ ഇനിയിപ്പോൾ ആദ്യമായിട്ടൊക്കെ വരാൻ പോകുന്നത്.
ലൈവ് വരുമ്പോൾ നിങ്ങൾ നോക്കിയാൽ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാവും. കാരണം നമുക്ക് മുൻപൊക്കെ ഇങ്ങനെ 4 മിനിറ്റ് 16 മിനിറ്റ് ഒക്കെ ബാക്ക് അടിച്ച് കാണാറുണ്ട്. ലൈവ് നടക്കുവാണെങ്കിൽ പുറകിൽ ഇങ്ങനെ ബാക്ക് അടിച്ച് കാണും. ഇനിയിപ്പോൾ ചിലപ്പോൾ അതൊന്നും കാണാൻ പറ്റത്തില്ല. ചിലപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റും, ആ ഓപ്ഷനൊക്കെ എടുത്ത് കളയും. ജിയോ സിനിമയിൽ ഒരു തവണ നമ്മൾ വോട്ട് ചെയ്തിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാലും വീണ്ടും വോട്ട് നോ എന്ന് പറഞ്ഞ് കാണിച്ചുകൊണ്ടിരിക്കും. ഇനിയിപ്പോൾ അതെല്ലാം വീണ്ടും ഇങ്ങോട്ടാവുമോ അതിനെക്കുറിച്ച് ഒരു അറിവുമില്ല. അങ്ങനത്തെ ബാഡ് അപ്ഡേറ്റുകളൊന്നും വരാതിരുന്നാൽ മതിയായിരുന്നു. അതുകൊണ്ട് ജിയോ ഹോട്ട്സ്റ്റാറിന്റെ കുറെ ടെക്നിക്കൽ ഇഷ്യൂസും ബിഗ് ബോസ് ലാഗ് ആവാൻ സാധ്യത കാണുന്നുണ്ട്. ബിഗ് ബോസ് ലാഗ് ആവാനായിട്ടുള്ള സാധ്യത ഈ പറയുന്ന ജിയോ ഹോട്ട്സ്റ്റാറിന്റെ ടെക്നിക്കൽ ഇഷ്യൂസും അതിനകത്തും ഉണ്ട്. ഓഡീഷൻസ് ഞാൻ ഈ പറഞ്ഞ പോലെ മെയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, 1 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ നിങ്ങളോട് നവംബർ ഡിസംബർ ടൈമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓഡീഷൻസ് അവർ വിളിച്ചു തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ സഡൻലി സ്റ്റോപ്പ് ചെയ്തു. ആ വിളിച്ചവരെ ഉൾപ്പെടെ 1 വീണ്ടും റീ ഓഡീഷൻ നടത്താൻ പോകണം. റീ ഓഡീഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതായിട്ട് എല്ലാവരെയും വിളിച്ചിട്ടൊന്നും ഇല്ല. എന്നിരുന്നാൽ കൂടിയും എവിടെ നിന്നാണോ നിർത്തിയത് അതെല്ലാം അഴിച്ചങ്കൊഴിച്ച 1 ഇനി വീണ്ടും അവർ 1 തന്നെ എല്ലാവരെയും വിളിച്ച് തുടങ്ങാൻ പോവാണ്. ഓഡീഷൻ മെയ് മുതലാണ്. ഓക്കെ, ഇനി ദെൻ സീസൺ എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെയധികം സങ്കടമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. പക്ഷേ കൺഫേംഡ് ആയി ഞാനത് ഇപ്പൊ പറയുന്നു, ഓഗസ്റ്റിലാണെന്നാണ് ഞാൻ അറിഞ്ഞത്. ഓഗസ്റ്റ് 2025 നമ്മുടെ ബിഗ് ബോസ് സീസൺ 7 മലയാളം ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അതെ, അപ്പോൾ ഇനിയും 6 മാസം ഉണ്ട്. ഇവിടെ ഫെബ്രുവരി ആയതേ ഉള്ളൂ. മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ കഴിഞ്ഞ ആഗസ്റ്റിലാണ് വരുന്നത്. 6 മാസമുണ്ട്. ഇനി ഒരു സംഭവം, അതാണ് ഞാനൊരു സർപ്രൈസിങ് ആയിട്ട് ഞാൻ അറിഞ്ഞ സാധനമാണ്. അത് കൺഫേംഡ് ഞാൻ ഇപ്പൊ പറയുന്നില്ല, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു വെച്ചിരിക്കാം. ഇന്നിനിയിപ്പോൾ ഞാൻ ഇരുന്ന വീഡിയോ കണ്ടിട്ട് ഒരു 100 വരും, അത് ഉറപ്പാണ്. ഇന്നൊരു 100 വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ഭയങ്കര സർപ്രൈസിങ് ആണ്, അറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. അതുകൊണ്ട് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാണ്. അതാണെന്നുണ്ടെങ്കിൽ എൻ്റെ മക്കളെ വേറെ ലെവലായിരിക്കും. നമുക്കൊരു പുതിയൊരു വെറൈറ്റി ബിഗ് ബോസ് കാണാൻ പറ്റും. മറ്റൊന്നുമല്ല, ഞാൻ അറിഞ്ഞത് കൺഫേംഡ് ഞാൻ വീണ്ടും പറയുന്നില്ല, ബാംഗ്ലൂർ സെറ്റിലായിരിക്കും ഇത്തവണ നമ്മുടെ മലയാളം ബിഗ് ബോസ് എന്നാണ്. ബാംഗ്ലൂർ ഞാൻ മിനിഞ്ഞാന്ന് നിങ്ങളോട് പറഞ്ഞത് മറാത്തിയിലായിരിക്കാം. മറാത്തി മാത്രമാണ് ആ ടൈം ഫ്രീ ആവുന്നത്. ബാക്കി തമിഴിൻ്റെ സെറ്റും ഹിന്ദിയുടെ സെറ്റും കന്നഡയുടേതും തെലുങ്കിൻ്റെതും ഒക്കെ ഫില്ലായിരിക്കും ആ സമയത്തെന്ന്. പക്ഷെ ഇപ്പം ഞാൻ അറിഞ്ഞത് അങ്ങനെയാണ് കേട്ടോ. പക്ഷെ ഞാനതിൽ കൺഫേംഡ് പറയാനില്ല. നമ്മുടെ കന്നഡ ബിഗ് ബോസിന്റെ സെറ്റ് ഉണ്ടല്ലോ, ബാംഗ്ലൂരിലെ സെറ്റ്, ആ സെറ്റിലാണ് ബിഗ് ബോസ് മലയാളം സീസൺ 7 നടക്കാൻ സാധ്യത എന്നാണ്. അത് അത്യാവശ്യം നല്ല വലിയ സെറ്റാണ്. നമുക്കറിയാം ഏറ്റവും വലിയ സെറ്റ് ഹിന്ദിയാണ്. എല്ലാവരുടെയും ഫേവറേറ്റ് സെറ്റ് ഹിന്ദിയാണ്. നമ്മുടെ മലയാളം ബിഗ് ബോസ് സീസൺ 4 നടന്നത്. പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സെറ്റ് നമ്മുടെ തെലുഗും കന്നഡയും ഒക്കെയാണ്. തെലുഗും കന്നഡയാണ് പിന്നെ എല്ലാവർക്കും ഇഷ്ടം. അതിനുശേഷം എല്ലാവർക്കും ഇഷ്ടമുള്ള തമിഴ് സെറ്റാണ്. പിന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ള സെറ്റാണ് നമ്മുടെ മറാത്തിയൊക്കെ അവസാനമാണ് എല്ലാവർക്കും ഇഷ്ടമുള്ളത്. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ പോലെ കന്നഡ സെറ്റിലാണ് നടക്കുക. കന്നഡയൊക്കെ അത്യാവശ്യം നല്ല വലിയ സെറ്റാണെന്നാണ് എൻ്റെ ഒരു അറിവില്. കന്നഡയും ഒക്കെ ആണെങ്കിൽ വേറൊരു ലെവലായിരിക്കും. കാരണം ഒത്തിരി ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ വന്ന് അവരുടെ ചരിത്രം കുറിച്ചിട്ട് പോയ മണ്ണാണ് കന്നഡ സെറ്റ് അല്ലേ. അപ്പോൾ അറിയില്ല, അതാണെങ്കിൽ പൊളിക്കും. ബാംഗ്ലൂരാണ് സെറ്റെങ്കിൽ വേറെ ലെവലായിരിക്കും എന്തായാലും. അങ്ങനെ ഞാൻ അറിഞ്ഞത്. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു, കൺഫേംഡ് പറയണില്ല. ഞാൻ ആ കാര്യത്തെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞിട്ട് പറയാം. പിന്നെ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് വേറൊരു ചോദ്യം കൂടി ചോദിക്കാം. ഓക്കെ ശരി, കന്നഡ സെറ്റിലാണെങ്കിൽ ആ സമയത്ത് കന്നഡ ബിഗ് ബോസ് തുടങ്ങുന്ന ഞാൻ കന്നഡ എന്ന് പറഞ്ഞെങ്കിൽ കന്നഡയാണ്. കന്നഡ ബിഗ് ബോസ് തുടങ്ങുന്ന സമയമാണ്. അപ്പോൾ പിന്നെ കന്നഡ ഇല്ലേ? കന്നഡ ബിഗ് ബോസ് എന്നാണ് ചോദിക്കുന്നത്. അപ്പം ഞാൻ ഇത്തവണ അറിഞ്ഞത് നമ്മുടെ കിച്ച സുദീപ് സീസൺ 11 വരെ കഴിഞ്ഞു കന്നഡയിൽ. അപ്പം കിച്ച സുദീപ് ഇനി ഹോസ്റ്റ് ചെയ്യൂല എന്നാണ് അറിയുന്നത്. അപ്പം നെക്സ്റ്റ് സീസൺ മുതൽ പുതുതായിട്ട് ആരെങ്കിലും ഹോസ്റ്റ് ആയിട്ട് വരാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഡിലേ ഒരുപക്ഷെ ഉണ്ടായേക്കാം. അത് മാത്രമല്ല, നമ്മുടെ കന്നഡയുടെ ഒരു പ്രത്യേകത, കന്നഡ ഇപ്പം 3-4 വർഷമായിട്ട് സീസൺ 9 സെപ്റ്റംബറിൽ തുടങ്ങി, സീസൺ 10 ഒക്ടോബറിൽ തുടങ്ങി, സീസൺ 11 വീണ്ടും സെപ്റ്റംബറിൽ തുടങ്ങി. അപ്പം അടുത്ത ഈ ഒരു സീസൺ ഒക്ടോബർ ലാസ്റ്റ് ഒക്കെ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓഗസ്റ്റ് തുടങ്ങി കഴിഞ്ഞാലും, നമ്മുടെ മലയാള സീസണോട് ഓഗസ്റ്റ് തുടങ്ങി കഴിഞ്ഞാലും ഓഗസ്റ്റും സെപ്റ്റംബറും ഒക്ടോബറൊക്കെ ഏതാണ്ട് നമുക്ക് കിട്ടും. മനസ്സിലായില്ലേ? അതിനുശേഷം അവർക്ക് വേണമെങ്കിൽ അവരുടെ സീസണും തുടങ്ങാം. പുതിയ ഹോസ്റ്റ് ഒക്കെ വേണ്ടിയിട്ട് അവർക്കൊരു പ്ലാനിങ് ഒക്കെ എടുക്കാം. കന്നഡ ബിഗ് ബോസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കറക്റ്റ് ആയിട്ടൊരു പ്രോപ്പർ ഡേറ്റ് ഇല്ല. നമ്മുടെ മലയാളത്തിന് ഇത്തവണ നമ്മൾ പ്രോപ്പർ ഡേറ്റ് തെറ്റിയല്ലോ. ഹിന്ദിക്ക് ഒരു പ്രോപ്പർ ഡേറ്റ് ഉണ്ട്, തമിഴിന് ഒരു പ്രോപ്പർ ഡേറ്റ് ഉണ്ട്, തെലുഗുവിന് ഒരു പ്രോപ്പർ ഡേറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഈ പറയുന്ന നമ്മുടെ കന്നഡയ്ക്ക് പ്രോപ്പർ ഡേറ്റ് ഇല്ല. കന്നഡ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞാണ് എല്ലാ വർഷവും നിൽക്കുന്നത്. ഒരു വർഷം പോലും കറക്റ്റ് ആയിട്ട് ഇന്ന മാസം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മാസത്തെ നമുക്ക് കന്നഡ ബിഗ് ബോസിന് പറയാൻ പറ്റത്തില്ല. സോ കന്നഡയിലാണ് ഇത്തവണ കന്നഡ ബിഗ് ബോസിന്റെ സെറ്റിലാണ് വരാൻ പോകുന്നത് കേൾക്കുന്നുണ്ട്. ഞാൻ വീണ്ടും പറയുന്നു, കൺഫേംഡ് പറയുന്നില്ല. എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അവിടെയാണെന്നുണ്ടെങ്കിൽ. കാരണം ബാംഗ്ലൂരാണ്,
ഭയങ്കര എന്താ പറയാ സിറ്റിയാണ്, ബാംഗ്ലൂർ സിറ്റിക്കകത്തൊരു നമ്മുടെ സെറ്റിൽ വേറെ ലെവൽ ബിഗ് ബോസ് ആയിരിക്കും കാണാൻ പോകുന്ന. ഒരു പക്ഷേ കന്നഡയിൽ ഒത്തിരി സംഭവങ്ങൾ അവിടെ വെച്ച് നടന്നു കഴിഞ്ഞാൽ ഏത് സെറ്റിൽ വെച്ചാണോ ബിഗ് ബോസ് നടക്കുന്നത് അവിടെ അതിന്റെ പിന്നണിയിൽ നടക്കുന്ന ടാസ്കുകൾ മുന്നത്തെ സീസണുകളിൽ ആ സെറ്റിൽ വെച്ച് മുന്നത്തെ സീസണുകളിൽ നടന്നിട്ടുള്ള ടാസ്കുകൾ വരാനായിട്ടുള്ള സാധ്യതകൾ ഭയങ്കര കൂടുതലാണ്. അത് ഹിന്ദി ബിഗ് ബോസിലാണെങ്കിൽ നമ്മൾ സീസൺ 4 മലയാളം നമ്മൾ കണ്ടോ, എന്തെല്ലാം വെറൈറ്റി ടാസ്ക് ആയിരുന്നു, പേടകൻ ടാസ്ക് പോലത്തെ ടാസ്കുകൾ, എന്തെല്ലാം വെറൈറ്റി സാധനങ്ങൾ നമ്മൾ കണ്ടു. ഇതെല്ലാം ഹിന്ദിയിൽ നടക്കുന്ന സാധനങ്ങളാണ്. തമിഴ് സീസൺ കഴിഞ്ഞ സീസൺ 6 മലയാളം നടന്ന എവിടെ വെച്ചിട്ടാ, തമിഴ് സെറ്റ് വെച്ചിട്ടാ. തമിഴ് ബിഗ് ബോസ് സീസൺ 7 സകലമാന ടാസ്ക് കൊടുത്തായിരുന്നു മലയാളത്തിൽ കൊടുത്തിരുന്നത്. അപ്പൊ അതുപോലെ ഇത്തവണ കന്നഡയെ വെച്ച് നടന്നു കഴിഞ്ഞാൽ കുറെ പുതിയ സാധനങ്ങൾ നമുക്ക് കാണാനും പറ്റും. ഒരു വലിയ നമ്മുടെ മലയാളം ബിഗ് ബോസിന്റെ ഒരു ലക്കിയും അൺലക്കിയുമായിട്ടുള്ള ഒരു ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അൺലക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ടൊരു സെറ്റ് ഇല്ല, അതിനുള്ള സ്ഥലം കേരളത്തിലില്ല. സ്വന്തമായിട്ടൊരു സ്ഥലം മാറ്റി സെറ്റ് നടത്താനുള്ള ഒരു ഇതിലല്ല ഇപ്പോഴത്തെ കേരളം. അത്രയ്ക്കും കേരളത്തിൽ സ്ഥലമില്ല. ബിഗ് ബോസ് നടത്തണമെങ്കിൽ എത്ര ഏക്കർ വസ്തു വേണമെന്ന് അറിയാമോ? കാരണം ആ വീട്, അതിന്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നവര്, അതിന്റെ വർക്കിംഗ്, അതിന്റെ സിസ്റ്റം, അവർക്ക് താമസിക്കാൻ, അവർക്ക് ഫുഡ് ഉണ്ടാക്കാൻ ഒത്തിരി ഏക്കർ വേണ്ട ഒരു പരിപാടിയാണ് ഈ പറയുന്ന ബിഗ് ബോസ്. അപ്പൊ അതുകൊണ്ട് തന്നെ മലയാളത്തിൽ ഒരു സെറ്റ് അത് നടക്കത്തൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ പിന്നെ അതാണ് അപ്പോൾ പറഞ്ഞത്, നമുക്ക് അൺലക്കിയാണ്, നമുക്ക് സ്വന്തമായിട്ടൊരു സെറ്റ് ഇല്ല, അത് അൺലക്കിയാണ്. പക്ഷെ വേറൊരു ഫാക്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ലക്ക് ഉണ്ട്. കാരണം എപ്പോഴും നമ്മൾ ഒരേ വീടല്ല കാണുന്നത്, പല 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 വീടായിരിക്കും. സീസൺ 1 ലൊണാവല തന്നല്ലോ, സീസൺ 2 നമ്മൾ ചെന്നൈ കണ്ടു, സീസൺ 3യും ചെന്നൈ കണ്ടു, സീസൺ 4 ഏറ്റവും വലിയ സെറ്റ് ഹിന്ദി നമുക്ക് കിട്ടി, സീസൺ 5 മറാത്തി സെറ്റ് നമ്മൾ കണ്ടു, സീസൺ 6 വീണ്ടും പുതിയ തമിഴ് സെറ്റ്, സ്വിമ്മിംഗ് പൂളൊന്നും ഇല്ലാത്ത, പുറത്തൂടെ വാഷ്റൂം ഇല്ലാത്ത, അകത്തൂടെ വാഷ്റൂമുള്ള പുതിയ തമിഴ് സെറ്റ്. അപ്പം ഇത്തവണ ബാംഗ്ലൂരിലെ സെറ്റ് നമുക്ക് കിട്ടുവാണെങ്കിൽ അതും വീണ്ടും ഒരു പുതിയ വീടായിരിക്കും. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? പുതിയ വീട് വേണോ, പഴയ വീട് വേണോ, അതോ നമുക്ക് സ്ഥിരമായിട്ടൊരു വീട് വേണോ? അത് പക്ഷേ നമുക്ക് ഒരു അൺലക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് സെറ്റും ഇല്ല, കുറച്ച് അതുകൊണ്ട് ബാക്കിയുള്ള സീസൺ തീരാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് കാത്ത് കെട്ടി കിടക്കേണ്ടി വരും. അവരുടെ കാല് പിടിച്ച് നമുക്ക് സെറ്റ് തരോ എന്ന് ചോദിച്ച് നമ്മുടെ സീസൺ തുടങ്ങുമ്പോൾ പോകേണ്ടി വരും. എന്തായാലും ഞാൻ ഈ അപ്ഡേറ്റ് അറിഞ്ഞതിൽ ഭയങ്കര ഹാപ്പിയാണ്. ഇത് കൺഫേംഡ് ആവാൻ വേണ്ടിയിട്ട് ഞാനും എന്നാൽ പറ്റുന്ന രീതിക്ക് മാക്സിമം അന്വേഷിക്കുന്നുണ്ട്, സത്യമാണോ എന്നറിയാൻ വേണ്ടിയിട്ട്. നോക്കാം എന്തായാലും. അപ്പോൾ ഇനി അടുത്ത എന്തെങ്കിലും അപ്ഡേറ്റ് ഉടനെ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കുറച്ച് വൈകുമായിരിക്കാം. കാരണം ഇപ്പൊ കിട്ടിയ അപ്ഡേറ്റുകളെല്ലാം ഞാൻ വാരിക്കൂട്ടി ഇതിനകത്ത് പൊത്തിയിട്ടുണ്ട്. അപ്പൊ അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരാം. നിങ്ങളുടെ ഒപ്പീനിയൻസ് മസ്റ്റ് ആയിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബ്രേക്കിംഗ് ബിഗ് ബോസിന്റെ ഫസ്റ്റ് അപ്ഡേറ്റ്സിനായിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അപ്പൊ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.